Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. പബ്ലിക് റിലേഷൻസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? പബ്ലിക് റിലേഷൻസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ചാപ്റ്ററിൽ എടുക്കുന്നേ. എവിടെ ക്ലാസ്സിൽ നിർത്തിയേ? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അതാണ് എനിക്ക് കാണുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലേ? ഓക്കെ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വരെയും കംപ്ലീറ്റ് ആണ്. ക്ലിയർ ആണോ അത്? Yes, ma'am. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ഭാഗത്തേക്ക് പോവാണ്. രണ്ടാമത്തെ മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ? ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ? ആശയവിനിമയ രീതികളിലൂടെ അല്ലെ? നമ്മളൊരു പബ്ലിക് റിലേഷൻ എങ്ങനെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തത് ഏതായിരുന്നു? ഓപ്പറേറ്റീവ് മെത്തേഡ് ആയിരുന്നു. പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. രണ്ടാമത്തെ മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. നല്ല ആശയവിനിമയങ്ങളിലൂടെ നല്ല കമ്മ്യൂണിക്കേഷൻസിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലൂടെ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികൾ എങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താം, പബ്ലിക്കുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താം, അങ്ങനെ ഏതൊക്കെ രീതികൾ ഉപയോഗിച്ചാൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും, അങ്ങനെയുള്ള കുറച്ച് മെത്തേഡുകളാണ് ഇനി പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ആ ഒരു കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അത് കഴിഞ്ഞ് വരുന്നുള്ള ഭാഗം ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓരോ പോയിന്റ്സ് നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. അപ്പൊ അതും അങ്ങനെയുള്ള ആ ഒരു പോയിന്റ്സിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആദ്യം പറയുന്ന കുറച്ച് പോയിന്റ്സ് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ടു മേക്ക് അവൈലബിൾ
suitable information to the patients, their relatives and visitors. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവര് നമ്മൾ ആവശ്യപ്പെടുന്ന ഏതൊരു ഇൻഫർമേഷനും കൃത്യമായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ നല്ല പെരുമാറ്റത്തോടു കൂടി നമുക്ക് തരുകയാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനോട് ഒരു ഇഷ്ടം തോന്നില്ലേ? നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? ഇല്ലേ? അപ്പൊ നല്ലൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു. ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ പേഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കായിക്കോട്ടെ, അവർക്ക് മതിയായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കി നൽകുക എന്ന കാര്യത്തിലൂടെ നമുക്ക് അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അല്ലെ, ഒരു ആശയവിനിമയം നടക്കുന്നു. രണ്ട് കൂട്ടരും ഇവരൊരു കാര്യം ആവശ്യപ്പെടുന്നു, ആ ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ആക്കി നൽകുന്നത് ഹോസ്പിറ്റലുകാരാണ്. അപ്പൊ വളരെ സമയബന്ധിതമായി ആ ഒരു ഇൻഫർമേഷൻ ഇവർക്ക് കൈമാറുമ്പോൾ അവിടെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ആശയവിനിമയം നടത്തുകയും അതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും ആ ഹോസ്പിറ്റലിന് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ. രണ്ടാമത്തത് എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പലിംഗ് ഓൺ റിട്ടൺ വൺ. അതായത് ഇപ്പൊ നമ്മളോട് പറയും, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലും, നമുക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ തോന്നാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരാം അല്ലെ, സ്വാഭാവികമാണത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലൈന്റ് ഒക്കെ ഫയൽ ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് ചില കാര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അവർക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം. ആ ഒരു കംപ്ലൈന്റ് റിട്ടൺ ഫോമിൽ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള രേഖാമൂലമുള്ള ഒരു കംപ്ലൈന്റ് തന്നെ കൊടുക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുതെന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതെന്താ? ഇൻസ്റ്റന്റ് ഓഫ് എന്താണ്, നമ്മളൊരു റിട്ടൺ വണ്ണായിട്ട് അല്ലെങ്കിൽ രേഖാമൂലം എഴുതി തന്നാൽ മാത്രമേ ഞങ്ങൾ ആ പരാതി കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യൂ എന്നൊരിക്കലും ആ ഹോസ്പിറ്റലിൽ നിർബന്ധം പിടിക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? വാക്കാലുള്ള, അതാണ് ഓറൽ ആയിട്ടുള്ള കംപ്ലൈന്റ്സ്, വാക്കാൽ പറയുന്ന കംപ്ലൈന്റുകളോ എന്ത് ചെയ്യുക, അതിനും എന്ത് ചെയ്യുക, പരാതികൾ കേൾക്കുകയും അത് പരിഹരിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമുക്ക് ചിലപ്പോ ചില ആളുകൾ വരുന്നവർക്ക് ചിലപ്പോൾ ഇപ്പൊ പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എഴുതാനോ അതല്ലെങ്കിൽ എഴുതി അങ്ങനെ ഒരു റിട്ടൺ ഫോമിലൊക്കെ എഴുതി കൊടുക്കാനൊക്കെ എന്തായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. എല്ലാ വ്യക്തികളും അങ്ങനെ എഴുതിയൊക്കെ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതേസമയം നമ്മളോട് പറയാൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ മതി, നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ കാണാം എന്നാ ഹോസ്പിറ്റല് പറയുകയാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നല്ല രീതി അല്ലെ. എഴുതി തന്നെ എന്ന് തന്നെ നിർബന്ധം പിടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു നല്ല രീതിയാണ് അവർ എഴുതി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റു പരാതികൾ എന്താന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ആളുകളോട് പറയുക. അപ്പൊ അവരെന്ത് ചെയ്യുന്നത്? ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിനോടൊരു പരിഹാരം കണ്ടെത്തി നടത്തുകയും ചെയ്യുമ്പോൾ ആ പേഷ്യൻസും ആ ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അതിലൂടെയും സാധിക്കുന്നുണ്ട്. മൂന്നാമത്തത് സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. ആ പേഷ്യൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആവാം. അവരൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചോദ്യം എന്തിനെ കുറിച്ചായിക്കോട്ടെ ആ ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരോട് ചോദിക്കുമ്പോൾ ഉടനെ അതിന് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ സ്വിച്ച് റിപ്ലൈ ആണ്, ഉടനെ അതിനെ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലെ. അല്ലാതെ നിങ്ങൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യും, എനിക്കിപ്പോ സമയമില്ല അതിനുള്ള മറുപടി തരാൻ എന്നൊക്കെയാണ് അവർ പെരുമാറേണ്ടത് അല്ല. അവരെന്ത് ചോദ്യം ചോദിച്ചാലും അത് മാന്യമായി കേൾക്കാനും അതിനുള്ള മറുപടി അറിയാവുന്ന മറുപടിയാണെങ്കിൽ ഉടനടി കൊടുക്കുക. ഇനിയിപ്പോ അവർക്ക് അറിയില്ല, ഒരു നഴ്സിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ചിലപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ചിലപ്പോൾ വലിയ വ്യക്തമായിട്ടുള്ള അറിവില്ലെങ്കിൽ അവരെന്ത് പറയുക, എന്താ പറയേണ്ടത്? ഞാൻ എന്റെ സീനിയർ ആയിട്ടുള്ളവരോട് ചോദിച്ചിട്ട് അതിനുള്ള മറുപടികൾ ഉടനെ തന്നെ നിങ്ങൾക്ക് തരാം എന്ന രീതിയിൽ പറയുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അവിടെ എപ്പോഴും നല്ലൊരു ക്വസ്റ്റ്യൻ എന്തൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ആ ഒരു പേഷ്യന്റോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ചോദിച്ചാൽ അതിന് ഉടനടി മറുപടി നൽകുക, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുക എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യമാണ്. നാലാമത് പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസസ്. കണ്ടിട്ടുണ്ടോ നിങ്ങള് സജഷൻ ബോക്സുകൾ വെക്കുന്നത്, അല്ലെങ്കിൽ കംപ്ലൈന്റ് ബോക്സുകൾ ഹോസ്പിറ്റലിൽ വെക്കാറുണ്ട്? കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ തന്നെയല്ല, മിക്ക സ്ഥാപനങ്ങളിലും ഉണ്ട് അല്ലെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ബോക്സിൽ നിക്ഷേപിക്കാം അല്ലെ. അവർ ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസമോ ഒക്കെ ഒരു ഫിക്സഡ് ഡേറ്റ് പറഞ്ഞിട്ട് അവരത് തുറക്കും
അല്ലെ? തുറന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിർദ്ദേശങ്ങളും ഈ കംപ്ലൈന്റ്സും ഒക്കെ വായിച്ച് അത് ഉടനെ എന്ത് ചെയ്യാൻ, പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെ? അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മിക്ക ഇടങ്ങളിലും ആവശ്യമായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനുയോജ്യമായ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള സജഷൻ ബോക്സുകൾ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. അതൊരു നല്ലൊരു ആശയവിനിമയം. അപ്പൊ നമുക്കൊരു ഇപ്പൊ നേരിട്ട് പറയാൻ ചിലർക്ക് കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ കംപ്ലൈന്റ് ബോക്സ് അല്ലെങ്കിൽ സജഷൻ ബോക്സുകളിൽ അത് എഴുതി, പേരൊന്നും പറയണമെന്നില്ല അല്ലെ? ചിലപ്പോൾ വ്യക്തികൾക്ക് ചിലപ്പോൾ അവരുടെ പേര് അറിയാതെ അല്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കാതെ ചെയ്യണം എന്നുള്ളവരുണ്ടാവും. അപ്പൊ ചിലപ്പോൾ അവരുടെ പേരൊന്നും എഴുതാതെ അവർക്ക് എന്ത് ചെയ്യാം, പരാതി എന്താണോ അല്ലെങ്കിൽ എന്ത് നിർദ്ദേശമാണോ അവർ നൽകുന്നത് അത് അവർക്ക് പേരൊന്നും എഴുതാതെ തന്നെ ആ ഒരു സജഷൻ ബോക്സിലേക്ക് നിക്ഷേപിക്കാം. അപ്പൊ അത് ഹോസ്പിറ്റലുകാരെ എടുക്കുന്ന സമയത്ത് അവർ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊള്ളും. അതൊരു നല്ല കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്. അടുത്തത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള ഒത്തിരി നമുക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ഉണ്ട് അല്ലെ? ഫിലിം ഷോസ് ആവാം, എക്സിബിഷൻസ് ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബ്രോഷർ എന്നാണ് കേട്ടോ. അത് ബ്രോഷറിന്റെ സ്പെല്ലിംഗിന് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ബ്രോഷർ എന്നാണ്, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്? BROCHURE എന്നാണ്. BROCHURE ബ്രോഷർ. are to be exhibited. അപ്പൊ നമുക്ക് വിഷ്വലി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഇപ്പൊ മാഗസീനുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുക്സ് ആവാം അല്ലെ? ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ഡോക്യുമെന്ററീസ് ആവാം, അല്ലെങ്കിൽ ഫിലിം ഷോസ് ആവാം, എക്സിബിഷൻസ് ആവാം, ഈ ഹോസ്പിറ്റൽ ബ്രോഷറുകളാവാം. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രദർശിപ്പിക്കുന്നതിലൂടെയും നല്ലൊരു ആശയവിനിമയം നമുക്ക് അവിടെ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന സർവീസുകള് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഫിലിം ഷോസും എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ അവരൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങള് മറ്റുള്ള പബ്ലിക്കിന് മനസ്സിലാവുകയും അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതാണ് the school teachers, students, housewives and members of women's organizations and religious leaders can conduct hospital tours. അതായത് ഹോസ്പിറ്റലിൽ ഒരു ടൂർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ശരിക്കും ഒരു വിസിറ്റ് ആണ് ചെയ്യുക അല്ലെ? ഹോസ്പിറ്റലിലേക്ക് ഒരു ടൂർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹോസ്പിറ്റൽ സന്ദർശനത്തിന് വരുന്നു അല്ലെങ്കിൽ വിസിറ്റിന് വരുന്നു എന്നൊരു രീതിയാണ് ശരിക്കും ഇവിടെ. അതായത് ഇപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഇപ്പൊ ഹൗസ് വൈഫ്സിനെ അല്ലെങ്കിൽ എന്തെങ്കിലും വുമൻസിന്റെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അംഗങ്ങള് അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സ്, മതപരമായിട്ടുള്ള നേതാക്കള്, അങ്ങനെയുള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് ഓരോ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് കുറച്ചും കൂടി അറിവുകൾ കിട്ടാനും വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ടൂറുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താവുന്നതാണ്. അപ്പൊ അങ്ങനെ വിസിറ്റുകൾ നടത്താനുള്ള ഒരു അവസരം ആ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ സാധിക്കുന്നില്ലേ? ഇവിടെയൊക്കെ ഇതിലൂടെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം നടത്തുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് ടു ഹോൾഡ് an annual hospital day or open day house where public can be shown every aspects of the hospital operation that include some of the highly technical function. അതായത് ഇപ്പൊ ഹോസ്പിറ്റലില് ഒരു ആനുവൽ ഡേ, അതായത് ഹോസ്പിറ്റലിന്റെ ആനുവൽ വാർഷിക ദിനങ്ങള് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏത് സ്ഥാപനവും എന്താണ് ചെയ്യാറുള്ളതാണ് അല്ലെ? അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസുകള്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവാറില്ലേ ഓപ്പൺ ഡേ ഹൗസുകള്? ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് അറിയാൻ പറ്റും. ഓപ്പൺ ഡേ ഹൗസുകളിൽ പോവാറുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ആ സ്കൂളിനെ പറ്റിയും നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ട്, ആ സ്കൂളിൽ നൽകുന്ന പ്രവർത്തനങ്ങൾ, ഫംഗ്ഷൻസ് എങ്ങനെയാണ് അല്ലെ, അവരുടെ ടീച്ചേഴ്സിനെ കുറിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു മൊത്തത്തിലുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു അറിവ് നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുമ്പോൾ. അതുപോലെ തന്നെ ഹോസ്പിറ്റലും ഇങ്ങനെയുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നത് എന്താണ്? പബ്ലിക്കിന് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള, ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള, ഉയർന്ന സാങ്കേതികപരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ആ ഹോസ്പിറ്റലുകാര് നൽകുന്നതാണ് ഇങ്ങനെയുള്ള ആനുവൽ ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നതിലൂടെ. അപ്പോഴും അവിടെ ഒരു നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് വണ്ണാണ് യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. മാസ്
മാസ് മീഡിയാസിലൂടെ അല്ലെ. നമ്മളിപ്പോ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒത്തിരി നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ്, TV, റേഡിയോ, അങ്ങനെ ഏതൊരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ഡിജിറ്റൽ മീഡിയാസ് ഒത്തിരി ഉണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആശയവിനിമയത്തിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത്രയും നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഹോസ്പിറ്റലുമായി മറ്റ് പബ്ലിക്കിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി നിലനിർത്തണമെങ്കിൽ, നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ആശയവിനിമയ രീതികളിലൂടെയും സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് ഏതാ പറഞ്ഞത്? അവിടെ വരുന്ന പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ ബന്ധുക്കൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ വരുന്ന സന്ദർശകർക്കോ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അവർ ആവശ്യപ്പെടുന്ന ഇൻഫർമേഷൻസ്, അനുയോജ്യമായ ഇൻഫർമേഷൻസ് നൽകുന്നതിലൂടെ ലഭ്യമാക്കുകയും ചെയ്യുക. ഇത് രണ്ടാമത്തത് പറഞ്ഞത്, ഇപ്പോൾ ഒരു ഓറൽ കംപ്ലൈന്റ് കിട്ടിയാൽ നമുക്കൊരു റിട്ടൺ കംപ്ലൈന്റ് തന്നാലേ നിങ്ങളുടെ പരാതി ഞങ്ങൾ പരിഹരിക്കൂ എന്ന് പറയാതെ ഒരു വാക്കാലുള്ള ഒരു പരാതി കൂടി കേൾക്കാനുള്ള ഒരു വ്യവസ്ഥയും അത് പരിഹരിക്കാനുള്ള ഒരു വ്യവസ്ഥയും ഉണ്ടാക്കി നൽകുക. മൂന്നാമത്തത്, അവർ ചോദിക്കുന്ന എന്തൊരു ചോദ്യത്തിനും ഉടനടി റിപ്ലൈ ചെയ്യുകയും മറുപടികൾ നൽകുക. നാലാമത് പറയുന്നത്, അനുയോജ്യമായ ഇടങ്ങളിൽ സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക. ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിലൂടെ, അതായത് ഫിലിം ഷോസ് ആവാം, ഡോക്യുമെന്ററീസ് ആവാം, എക്സിബിഷൻസ് ആവാം, ഹോസ്പിറ്റലിൽ തയ്യാറാക്കുന്ന ബ്രോഷേഴ്സോ മാഗസീൻസോ മുതലായ എന്തിലൂടെയും എന്ത് ചെയ്യുക, വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലൂടെ എന്ത് ചെയ്യുക, അത് പ്രദർശിപ്പിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യാം. ഇനി സ്കൂൾ ടീച്ചേഴ്സിനോ അവിടുത്തെ സ്റ്റുഡൻസിനോ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വുമൻസ് ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായ നേതാക്കൾക്കോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഹോസ്പിറ്റൽ ടൂറുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റുകൾ കണ്ടക്ട് ചെയ്ത് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അടുത്തത് പറഞ്ഞത്, ഹോസ്പിറ്റലിൽ ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസുകൾ നൽകുകയും അതിലൂടെ ആ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതായത് ഒരു സാങ്കേതിക പരമായിട്ടുള്ള ഉയർന്ന ടെക്നിക്കൽ പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും ആ പബ്ലിക്കിന് ഇങ്ങനെയൊരു ഓപ്പൺ ഡേ ഹൗസ് നടത്തുന്നത് വഴി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നൽകുന്നതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് പറഞ്ഞത്, സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്താനും അതിലൂടെയും നമുക്ക് പബ്ലിക് റിലേഷൻ മെച്ചപ്പെടുത്തിയെടുക്കാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്, അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഓരോന്നും പഠിക്കുകയാണ് കേട്ടോ. ഇത് ഓരോന്നും നമ്മള് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ഓൾമോസ്റ്റ് മിക്കതും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതും കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആകും കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തേത് ഒരു ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബോക്സ് നോക്കാണ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ച് എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് കൂടി കൂട്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു ഡെഫിനേഷൻ പോലെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അതിൽ ആദ്യത്തെ ആ ഒരു സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. These methods employ means of communication in all possible forms to enable the hospital to convey its messages to the public. എന്ന് വെച്ചാൽ എന്താ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? നോട്ടിൽ ക്ലിയർ അല്ല. ഓക്കെ, മിസ് പറയുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വേർഡ്സ് ക്ലിയർ അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കി എഴുതി വെച്ചാൽ മതി കേട്ടോ. എല്ലാ വേർഡ്സും ചില വേർഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുക അല്ലെ. ഫോട്ടോ കോപ്പി ഒക്കെ ആണെങ്കിൽ
അതൊന്ന് വായിച്ചെടുക്കാൻ ചില വേർഡ്സ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ക്ലിയർ അല്ലാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടുത്തെ നോട്ട് ക്ലിയർ ആണോ? നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ട് ക്ലിയർ ആണോ? അപ്പൊ അത് നോക്കി എഴുതിയാലും മതി കേട്ടോ. മിസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് നോക്കി എഴുതിയാലും മതി കേട്ടോ. ഓരോ സെന്റൻസ് വായിക്കുന്ന സമയത്ത് ക്ലിയർ അല്ലാത്തത്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡില് എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് these methods employ means of communication in all possible forms to enable the hospital to convey its messages to the public. അതായത് ഹോസ്പിറ്റലിന് അവരുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ മെസ്സേജസ് പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അയക്കുന്നതിന് അല്ലെങ്കിൽ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി അവര് ഉപയോഗിക്കുന്ന സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ രീതികളെയുമാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അത്ര അറിയാലോ, നമ്മളൊരു ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെ? അതവിടെ ഇരുന്നത് തന്നെ നമുക്കറിയാം. And in all possible forms to enable the hospital to convey its messages to the public. അതായത് പൊതുജനങ്ങളിലേക്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് പല സന്ദേശങ്ങളിൽ പല മെസ്സേജുകളും പൊതുജനങ്ങളിലേക്ക് അറിയിക്കേണ്ടതായിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു പുതിയ സർവീസ് വന്നു, ആ ഒരു സർവീസ് വന്നാൽ അത് ആളുകളെ അറിയിക്കണ്ടേ അല്ലെ? ആ ഒരു സന്ദേശം ആ പൊതുജനങ്ങളെ അല്ലെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കണം അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എത്തിക്കണം വേണ്ടേ? അപ്പൊ അങ്ങനെ ആ ഒരു സന്ദേശം പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പോസിബിൾ ആയിട്ടുള്ള സാധ്യമായിട്ടുള്ള എല്ലാ രൂപത്തിലുമുള്ള ആശയവിനിമയ ഉപാധികളുണ്ട് അല്ലെങ്കിൽ കുറെ ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യണം? പബ്ലിക്കിലേക്ക് എത്തിക്കണം അല്ലെ? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ രീതികളെയുമാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് മനസ്സിലായോ? ഓക്കെ ആണത്? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇതൊരു ആശയവിനിമയത്തിന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാല് നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിനോട് ഒത്തിരി മെസ്സേജുകൾ കൈമാറാനുണ്ടാവും അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ പുതിയ സർവീസ് വന്നു അല്ലെങ്കിൽ പുതിയൊരു ഡോക്ടർ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഹോസ്പിറ്റലിൽ മാത്രം ഉള്ളിലുള്ള ആളുകൾ മാത്രം അറിഞ്ഞാൽ പോരാ, പബ്ലിക് അറിഞ്ഞാലല്ലേ അവർ ഇവിടേക്ക് വരുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മെസ്സേജുകള് നമ്മുടെ ഹോസ്പിറ്റലിന് പബ്ലിക്കിലോട്ട് എത്തിക്കണമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ആ ഒരു മെസ്സേജ് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമായിട്ടുള്ള ഏതൊക്കെ ആശയവിനിമയ രീതികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ ഒരു ഉപയോഗിക്കുന്ന ഒരു രീതിയെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന രീതിയെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മാർഗങ്ങളെയാണ് ശരിക്കും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ഓക്കെയായോ? അടുത്തത്, some of these are also intermixed with the intramural functions of the hospital and operating method. അപ്പൊ ഇത് ശരിക്കും ചിലപ്പോ നമ്മുടെ പ്രവർത്തനപരമായിട്ടുള്ള മെത്തേഡുകളിലൂടെയും നമുക്ക് ചെയ്യാം അല്ലെ? ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ് പഠിച്ചല്ലോ, പല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ ആശയവിനിമയം നടത്താം. അതോടൊപ്പം തന്നെ ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പല മെത്തേഡുകൾ അല്ലെങ്കിൽ പല രീതികൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ പേഷ്യൻസിന് കൗൺസിലിംഗ് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? അതൊക്കെ അവർക്ക് കൊടുക്കുന്ന ആശയവിനിമയം പല പല രീതികളാണ്. നമുക്ക് ഈ കൗൺസിലിംഗ് നമുക്ക് പുറത്തും കൊടുത്ത് ചെയ്യാൻ പറ്റും അല്ലെ? മറ്റുള്ള ആളുകൾക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും ഇൻഫർമേഷൻസ് കൊടുക്കാനും. അതൊരു നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് ഇപ്പൊ പഠിച്ചില്ലായിരുന്നോ? അപ്പൊ അതുപോലെ ഒരു എന്താ മാർക്കറ്റിംഗ് പഠിച്ചായിരുന്നോ? നിങ്ങള് മാർക്കറ്റിംഗ് പഠിച്ചായിരുന്നോ?
ചാപ്റ്റർ പഠിച്ചോ? എന്താണ് റിപ്ലൈ ചെയ്യാത്തെ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഒക്കെ ഭാഗമായിട്ട് ശരിക്കും ഇതെന്താ, ഒരു ആശയവിനിമയം നടത്തുന്നതിലൂടെ നമുക്ക് ആളുകളെ കൂടുതൽ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ഇതുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹോസ്പിറ്റലില് ഇതുപോലെ പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും എന്താണ് അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഹോസ്പിറ്റലിനുള്ളിൽ സെറ്റപ്പിൽ നടത്തുന്ന കുറെ പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ വഴി ആ ഹോസ്പിറ്റലുമായിട്ട് അതിനുള്ളിൽ ആ സെറ്റപ്പിനുള്ളിൽ വെച്ച് നടത്തുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ളവയും ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവർത്തനപരമായിട്ടുള്ള മറ്റു രീതികളും അതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ പറ്റും. അപ്പൊ ഇതൊരിക്കലും ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയാസിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. അത് ഇന്റർമിക്സ്ഡ് ആണ്, മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിപ്പോ ഹോസ്പിറ്റൽ സെറ്റപ്സിനുള്ളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന ഓപ്പറേറ്റിംഗ് മെത്തേഡുകളായിക്കോട്ടെ, ഇതിലൂടെ എല്ലാം നമ്മളൊരു ആശയവിനിമയം തന്നെയാണ് നമ്മൾ അവരുമായിട്ട് നടത്തുക. ഇത് ഡീൽസ് വിത്ത് മീഡിയ. മറ്റുള്ളവയെ നമുക്ക് എന്തിലൂടെ നടത്താം? ഒരുപാട് നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി ദൂരെയുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് മാസ് മീഡിയാസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഏതൊരു മെത്തേഡും നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണെന്ന് പറയാം. അപ്പൊ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്നതാണെങ്കിലും ഹോസ്പിറ്റലിന് പുറമെ നടത്തുന്ന ഇതുപോലെ പോലെയുള്ള മാസ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയമാണെങ്കിലും അങ്ങനെ എന്തുമായിട്ടുള്ള എന്തൊരു രീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ രീതികൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആ മാർഗങ്ങളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ എന്ന് വിളിക്കാവുന്നതാണ്. രണ്ടാമത്തത്, ഇനി നമ്മൾ ഓരോന്നും പറയാൻ പോകുന്നത് ഈ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് വേസ് അല്ലെങ്കിൽ വഴികളുണ്ട് അല്ലെ. ഏതെല്ലാം രീതികളിലൂടെ നമുക്ക് നിലവിൽ നമുക്ക് ഈ ഒരു ഏതെല്ലാം രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആശയവിനിമയം നടത്താൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഓരോ പോയിന്റ് വെച്ച് പറഞ്ഞില്ലേ, അത് തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് വായിച്ചാൽ അത് തന്നെയാണ്. ഓക്കെ, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചതല്ലേ? പഠിച്ചിരുന്നോ? പഠിച്ചോ? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പഠിച്ചതല്ലേ? അത് തന്നെയാ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാ പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഏതൊക്കെ രീതികളിലൂടെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ഹോസ്പിറ്റലിൽ ഒന്നാമത്തെ രീതിയാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ആശയവിനിമയം നടത്താൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും സന്ദർശകർക്കും ആവശ്യമായിട്ടുള്ള ഉചിതമായ ഇൻഫർമേഷൻസ് ലഭ്യമാക്കി നൽകുക. അതെങ്ങനെയാണ്? എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എൻക്വയറി വിഭാഗത്തിൽ പോയി പല കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് ഇല്ലേ? നമുക്ക് ആ ഹോസ്പിറ്റലിന് പരിചയമില്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ ആ എൻക്വയറി വിഭാഗത്തിൽ ചെന്നല്ലേ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ചോദിക്കുന്നത്? ആണോ? അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവരോട് അന്വേഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും എൻക്വയറി അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആ പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സോ ഒക്കെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് നൽകുക അല്ലെങ്കിൽ ലഭ്യമാക്കുന്നതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ സാധിക്കും. Then on patients discharge regarding his or her status and follow up. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആയിരുന്നു, അവർ ഡിസ്ചാർജ് ആവാന്ന് വിചാരിക്കാം. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഹെൽത്ത് സ്റ്റാറ്റസ്, അതായത് നിലവില് അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്, അതുപോലെ എന്തൊക്കെ ഫോളോ അപ്പുകൾ അല്ലെങ്കിൽ തുടർ പരിചരണങ്ങളാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ ആ ഹോസ്പിറ്റലുകാർ നമുക്ക് ആ ഇൻഫർമേഷൻ തരാറുണ്ടോ? ഡിസ്ചാർജ് ആയി പോകുന്നവരൊക്കെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയവർക്ക് ആണെങ്കിൽ അറിയാൻ പറ്റും. അറിയില്ലേ? നമ്മൾ ഡിസ്ചാർജ് ആയി പോരുന്ന സമയത്ത് നിലവിൽ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്, നിങ്ങൾ ഇനി ഇന്ന ഫോളോ അപ്പുകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാറില്ലേ ഹോസ്പിറ്റലിലുള്ള ആളുകള്? അല്ലെങ്കിൽ ഒന്നിനും ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ അതിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള നേഴ്സ് ആയിരിക്കാം, പറഞ്ഞു തരാറില്ലേ? അത് തന്നെയാണ്
അപ്പൊ അവർക്കും അതും ഇതുപോലെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നതാണ് അല്ലെ. ഡിസ്ചാർജിങ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ. ഇത് ഏറ്റവും നന്നായിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ഡിസ്ചാർജ് ആവുന്ന ആ പേഷ്യന്റും അവർ അറ്റൻഡ് ചെയ്തിരുന്ന ഫിസിഷ്യൻ ആരാണ്, ഏത് ഡോക്ടറാണ് അവർ അറ്റൻഡ് ചെയ്തിരുന്നത്, അവരും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷനിലൂടെയാണ് ഇത് കൂടുതലും നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുക അല്ലെ. ഡോക്ടർക്ക് അല്ലെ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അവർ അറ്റൻഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ ശുശ്രൂഷിച്ചിരുന്ന ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ആരാണോ അവർക്കാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിലൂടെ ഏറ്റവും നമ്മുടെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ പേഷ്യന്റ് കണ്ടീഷൻ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു വ്യക്തികളിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇപ്പൊ ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടാവാം, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാവും, മറ്റെന്തെങ്കിലും എൻക്വയറീസ് ആയിക്കോട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതിലൂടെ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു പബ്ലിക് റിലേഷൻഷിപ്പ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതാണ് ഒന്നാമത്തെ രീതി. ക്ലിയർ ആണോ? നീ അത് പറയണോ? നീ പറയണോ അത്? ഓക്കെ ആണോ? വേഗമായി ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം കേട്ടാ. കിട്ടാത്തവരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടാ. ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താ? ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ആദ്യത്തെ പോയിന്റ് തന്നെയാണ് അവിടെയും പറയുന്നത്. അതായത് നമ്മുടെ പേഷ്യൻസ് വന്നാൽ ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരു എന്തെങ്കിലും എൻക്വയറിയുമായി എന്തെങ്കിലും അന്വേഷണങ്ങൾക്കായിട്ട് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റോ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് സന്ദർശകരോ വരുന്നു എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവര് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അറിയേണ്ടതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അവർക്ക് ലഭ്യമാക്കി നൽകണം എന്നതാണ് ഒന്നാമത് പറയുന്ന കാര്യം. അത് ക്ലിയർ ആണോ? അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് അവർക്ക് ഒരു എൻക്വയറി എന്തെങ്കിലും അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കണം. അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കണം. ഇനി പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതായത് നിലവിലെ ആ പേഷ്യന്റിന്റെ അവസ്ഥ, ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അതുപോലെ എന്തൊക്കെ ഫോളോ അപ്പുകൾ അവരവിടെ ഇനി തുടർന്ന് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ ഫിസിഷ്യൻ അല്ലെങ്കിൽ ആ ഡോക്ടർ തന്നെയാണ്. അവരുമായിട്ടൊരു ഇന്റർവ്യൂ ഈ പേഷ്യന്റിനെ വെച്ച് അല്ലെങ്കിൽ പേഷ്യൻസിന് അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവുമായി ബന്ധപ്പെട്ട് നടത്തുകയും അവർക്ക് മതിയായ അവരുടെ നിലവിലുള്ള പ്രസന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, ഇനി എന്തൊക്കെ ഫോളോ അപ്പുകൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ആവശ്യമായ ഇൻഫർമേഷൻസ് പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും സന്ദർശകർക്കൊക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ അവരുടെ ഇടയിൽ ആ ഹോസ്പിറ്റലിനും അവരും തമ്മിലുള്ളൊരു നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് നെക്സ്റ്റ് ആ ഒരു ബോക്സ് ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തത്? റിപ്ലൈ ചെയ്താലേ മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് നെക്സ്റ്റ് വണ്ണാണ് an open house approach to the visitors without interfering in the routine medical care functions. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓപ്പൺ ഹൗസ് എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, സ്കൂളുകളിൽ നടത്തുന്ന പോലെ തന്നെ ഒരു ഓപ്പൺ ഹൗസ് ഡേ ഹൗസ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു ആനുവൽ ഡേ നടത്തുന്നു. അപ്പൊ ഇവിടെ ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു സമീപനത്തിലൂടെ അവിടെ വരുന്ന സന്ദർശകർക്ക് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൊട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻ, അതായത് നിലവിലെ ഹോസ്പിറ്റല് ദൈനംദിനമായിട്ട് അല്ലെങ്കിൽ റൊട്ടീനായിട്ട് കുറെ മെഡിക്കൽ കെയർ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. അതൊന്നും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ സന്ദർശകരെ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റല് ഡെയിലി നടത്തുന്ന പ്രവർത്തനങ്ങള് ഒഴിവാക്കിയിട്ട് നമുക്കൊരു വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഡെയിലി പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അതങ്ങനെ തന്നെ നടക്കും. അതിനെയൊന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ, അതായത് ഇന്റർഫിയർ തടസ്സപ്പെടുത്താത്ത രീതിയിൽ സന്ദർശകർക്ക് ആ ഹോസ്പിറ്റൽ സന്ദർശിക്കാവുന്നതാണ്, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന പോയിന്റ്സ്
large number of visitors to patients cannot be avoided in our peculiar socio-cultural ethics. അതായത് നമ്മുടെ സാമൂഹ്യപരമായ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളൊരു ആള് രോഗിയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്താ ചെയ്യാറ്? അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരും ആയിക്കോട്ടെ, നമ്മൾ ഉടനെ ആ ഹോസ്പിറ്റലിലേക്ക് കാണാൻ പോകും അല്ലെ? പോവാറുണ്ട? കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവരെ കാണാൻ പോവില്ലേ? അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് അല്ലെ? നമ്മൾക്കത് മാറ്റിവെക്കാൻ പറ്റില്ല. നമ്മുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിന്റെ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പേഷ്യന്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി നമ്പർ ഓഫ് വിസിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ? ഒരു പേഷ്യന്റ് കോവിഡിന്റെ സമയത്ത് മാത്രമാണ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്ത കേസില് നമുക്ക് എന്താണ് സാധ്യമാവുന്ന സമയത്തൊക്കെ ഒത്തിരി വിസിറ്റേഴ്സ് ആ പേഷ്യൻസിനെ കാണാൻ പോവാറുണ്ട്, വരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ആ പേഷ്യന്റിനെ കാണാൻ വരുന്നത് നമ്മുടെ സംസ്കാര പ്രകാരം നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പോയി. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അപ്പൊ ഇങ്ങനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാമെങ്കിലും ഒരുപാട് നമുക്ക് ഒരാളും കാണാൻ പാടില്ല എന്ന രീതിയിൽ നമുക്ക് വെക്കുന്നതിന് കുറെ റെസ്ട്രിക്ഷൻസും നിയന്ത്രണങ്ങളും ഒക്കെ വെക്കേണ്ടതായിട്ട് വരും. അതൊരു പരിധി കൂടുതൽ നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വരുന്ന ഈ ഒരു ഇങ്ങനെ പേഷ്യൻസിനെ കാണാനായിട്ട് ഇപ്പൊ നമ്മൾ ചെല്ലാം. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പേഷ്യന്റിന്റെ അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ആ സന്ദർശകനായിട്ട് ചെന്ന് നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ അവിടെ വന്ന് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കാറില്ലേ, എങ്ങനെയുണ്ട് ഡോക്ടറെ, നമ്മൾ ആ പേഷ്യന്റിന് എന്താണ് ഇപ്പോ പ്രസന്റ് അവസ്ഥ, എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ ചോദിക്കാറില്ലേ? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കൂലേ ഈ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകള് അല്ലെ? ചോദിക്കാറുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ അവർ ചോദിക്കുന്ന ഈ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒത്തിരി അന്വേഷണങ്ങൾ ഉണ്ടാവും അല്ലെ? അവർക്ക് കുറെ കാര്യങ്ങൾ ഈ പേഷ്യന്റിനെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അല്ലെ? അങ്ങനെ ചോദിക്കുമ്പോ മറുപടി പറയാണ്ടിരിക്കുകയാണോ വേണ്ടത്? ആണോ? നിങ്ങൾ അവരുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ, ഞാൻ നിങ്ങളോട് ആൻസർ ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് നേഴ്സ് പറയാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അവരോട് എന്ത് ചെയ്യുക? അവരെന്ത് അന്വേഷണമാണോ ഇവരോട് ആവശ്യപ്പെടുന്നത്, എന്തറിയാനാണോ ആവശ്യപ്പെടുന്നത്, അതിന് കൃത്യമായിട്ട് അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സംതൃപ്തമാക്കുന്ന രീതിയിലുള്ള മറുപടികൾ നൽകണം. അത് നൽകേണ്ടത് ആരാണ് നൽകേണ്ടത്? നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് നൽകേണ്ടത് അല്ലെ? ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ അറിയാവുന്നവർക്കല്ലേ നമുക്ക് കൃത്യമായ മറുപടി ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അല്ലാതെ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അറിയാവുന്ന ഈ വാർഡുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള സീനിയർ ആയിട്ടുള്ള നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറിനോ അവർക്കാണ് ഇതിന് മറുപടി പറയാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ സന്ദർശന സമയത്ത് എപ്പോഴും ആ വാർഡില് സന്ദർശന സമയം കൊടുക്കും അല്ലെ? ഹോസ്പിറ്റലുകാരെ ചെയ്യാറില്ല. ഇത്ര മണി വരെയാണ് വിസിറ്റിംഗ് ടൈം കൊടുക്കാറില്ല വിസിറ്റേഴ്സിന്. അപ്പൊ ആ സമയത്തായിരിക്കും കൂടുതൽ വിസിറ്റേഴ്സ് അവിടെ വരിക. അപ്പൊ ആ സമയത്തായിരിക്കും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ക്വയറീസും അവരുടെ കയ്യിൽ നിന്നും ഉണ്ടാവുന്നതും. അപ്പൊ ആ സമയത്ത് ആ വിസിറ്റിംഗ് സമയത്ത് എപ്പോഴും ഒരു സീനിയർ നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ വാർഡുമായി ബന്ധപ്പെട്ട അവിടുത്തെ എല്ലാ പേഷ്യൻസിന്റെയും അവസ്ഥകൾ അറിയാവുന്ന ഒരു സീനിയർ നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറെയോ ആ ഒരു സമയത്ത് അവിടെ എന്ത് ചെയ്യണം? ലഭ്യമാക്കി ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു വിസിറ്റിംഗ് സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് അവർക്ക് കൃത്യമായിട്ട് തൃപ്തമാവുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ മറുപടി കൊടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾ അവിടെ ഉണ്ടാവണം. അപ്പൊ അവിടെ ആ ഒരു വിസിറ്റിംഗ് സമയങ്ങളിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ അവിടെ അവൈലബിൾ ആക്കി നിർത്തുകയും വേണം. ക്ലിയർ ആണോ? ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നോക്കിയാ 2 പോയിന്റ്സ് ആണ് മിസ് പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തത്, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് cannot be avoided in our peculiar socio-cultural ethics. നമ്മുടെ സാമൂഹ്യപരമായ സംസ്കാരത്തിനനുസരിച്ച് നമുക്ക് പേഷ്യൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിന്റെ നമ്പേഴ്സിന് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ വിസിറ്റേഴ്സിനുള്ള സമയം എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്.
എത്തിക്സ് എന്നല്ല എത്തോസ് എന്നാണ് കേട്ടോ. എത്തോസ് എന്നുള്ള മീനിങ് തന്നെയാണ്. നമ്മൾ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്ന കുറെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then okay, the queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with the ward is made available in the ward during visiting hours for this purpose. എന്താ ഇവിടെ ഒരു റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവരെ കാണാൻ വരുന്ന റിലേറ്റീവ്സിനോ വിസിറ്റേഴ്സിനോ ഒത്തിരി ക്വറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണങ്ങളായിട്ട് അല്ലെങ്കിൽ അറിയാനുണ്ടാവാം അല്ലെ. അപ്പൊ അവർ ചോദിക്കുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ അവരെ തൃപ്തമാക്കുന്ന രീതിയിൽ ഒരു മറുപടി കൊടുക്കേണ്ടത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നേഴ്സ് ആണ്. ദാറ്റ് കോൺവേഴ്സന്റ് എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടത്, ഈ വാർഡുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഡോക്ടർ, സീനിയർ നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ ആണ് ഇതിന് തൃപ്തകരമായിട്ടുള്ള മറുപടി നൽകേണ്ടത്. And is made available in the ward during visiting hours for his purpose. For this purpose എന്നാണ് കേട്ടോ. For this purpose ആണ്, ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ആ ഒരു വിസിറ്റിംഗ് അവേഴ്സില് അവരെ എന്ത് ചെയ്യുക, ആ വാർഡില് ലഭ്യമാക്കി നിലനിർത്തുക. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ഓക്കെയാണോ? മനസ്സിലായോ? മൂന്നാമത്തത് administrative rounds by hospital administrators at different levels. ഇത് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഭയങ്കര വലുതാണ് നമുക്ക് തോന്നും, പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ എളുപ്പമല്ലേ. എല്ലാവരും ഒരേ പോയിന്റിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക്, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരിക്കും അല്ലെ. അപ്പൊ അത് വായിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ആയിട്ട് തോന്നും കേട്ടോ. നോക്കി, അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്, however they should be as informal as possible. ഇനി പല ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ടിലേക്ക് വരാം. ഇപ്പൊ PR ഒക്കെ സന്ദർശിക്കാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ PROs അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ സ്റ്റാഫുകളൊക്കെ നമുക്ക് വിസിറ്റേഴ്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റൗണ്ട്സിൽ വരും. നമ്മുടെ അടുത്ത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇവിടുത്തെ ഫെസിലിറ്റി ഒക്കെ ഓക്കെ ആണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത് അല്ലെ. അതായത് ശരിക്കും എങ്ങനെയാണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് നമ്മുടെ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരോട് തുറന്ന് പറയാം, അവരതിനുള്ള പരിഹാരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ ചോദിക്കുന്നത്. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇറ്റ് ഷുഡ് ബി ആസ് ഇൻഫോർമൽ ആസ് പോസിബിൾ. നമ്മളോട് ഒരിക്കലും അവർ ആ ഒരു പദവിയുടെ ആ ഒരു ഇതിൽ നിന്ന് ഒഫീഷ്യൽ ആയിട്ടല്ല സംസാരിക്കേണ്ടത്, ഒരു അനൗപചാരികമായിട്ട് വളരെ കാഷ്വൽ ആയിട്ട് നമ്മളോട് അവര് പെരുമാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ, ഒരു ഓപ്പൺ ഡേ ഹൗസുകളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിസിറ്റേഴ്സിന് സമയം അനുവദിച്ച് അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്കുള്ള മറുപടികൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? ഇപ്പൊ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്, ആശയവിനിമയത്തിലൂടെയാണ് നമുക്ക് ആ ഒരു നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ബോക്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓ, മൂന്നാമത്തത് അടുത്തത് നോക്കി, ആ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ നമ്മുടെ ഹോസ്പിറ്റലുകളില് മെയിൻ എൻട്രൻസ് വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ എപ്പോഴും ഷുവർ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ അതിന് വിട്ടുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മിസ്, മോളുകളിലൊക്കെ പോകുമ്പോ ഓരോ ഇപ്പൊ മോളിൽ പോകുമ്പോ ആ ബിൽഡിങ്ങിന്റെ മൊത്തത്തിലുള്ള ഒരു ലേ ഔട്ട് ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ഫ്ലോറില് ഇന്ന ഷോപ്പുകളാണുള്ളത്, ഇന്ന ഇടങ്ങളിലേക്കാണ് പോവേണ്ടത് എന്ന് പറഞ്ഞ് ആരോ മാർക്കൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? വലിയ വലിയ ഹോസ്പിറ്റലിന് പ്രത്യേകിച്ചും നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് വലിയ മെഡിക്കൽ കോളേജുകളൊക്കെ ചെന്നാലുണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഒരു ലെയർ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്, അത് ഇന്ന ഏരിയകളിലാണ് എന്ന് പറഞ്ഞൊരു മാപ്പ് പോലെ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സെക്കൻഡ് ഫ്ലോറിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്, ഇന്നിടങ്ങളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കണ്ടിട്ടുണ്ടോ അത്? അതുപോലെ അതൊന്നാമത്തെ കാര്യം. അപ്പൊ ഒരു സൈൻ ബോർഡുകളാണ് ഇത്, നമുക്ക് അറിയാം, മുന്നറിയിപ്പാണ്, നമുക്ക് ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഇന്ന ഇടത്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റൂമുകളിലൊക്കെ പേഷ്യൻസ് കിടക്കുകയാണെങ്കിൽ ആ വാർഡിന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ ആ റൂമുകളിലേക്ക് ആ നഴ്സിംഗ് സ്റ്റേഷന്റെ അടുത്തായിട്ടും, അതുപോലെ തന്നെ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ താഴെ നമ്മൾ ആ ഒരു എൻട്രൻസിന്റെ അവിടെയൊക്കെ ആയിട്ട് ഒരു നെയിം ബോർഡ് പോലത്തെ സ്ഥാപിച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? നെയിം ബോർഡുകള്
കണ്ടോ, ഇന്ന നമ്പർ റൂമില് ഇന്ന പേഷ്യന്റ് ആണ്, ഇന്ന സ്ഥലത്ത് നിന്നുള്ള ഇന്ന പേഷ്യന്റ് ആണ് എന്ന പേര് എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കണ്ടിട്ടില്ല നിങ്ങള്? കണ്ടിട്ടില്ലേ? എന്താ കാണാതെ? നിങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മുടെ റൂമിന്റെ മുകളില് പുറത്ത്, റൂമിന്റെ ആ ഡോറിന്റെ പുറത്ത് എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഡോറിന്റെ പുറത്ത് എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുണ്ട്. അത് കൂടാതെ മിക്ക ഹോസ്പിറ്റലും ഇതുപോലെ ഇവിടെ ഒരു ബ്ലൂ കളറിൽ രണ്ടാമത്തെ പിക്ചർ കാണിച്ചിട്ടില്ലേ? ഇതുപോലെ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡില് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ബോക്സുകൾ ആക്കി കൊടുത്തിട്ടുണ്ടാവും. അതിനുള്ളിൽ ഏത് നമ്പർ ആണോ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടാവും. മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ടത്. നമുക്ക് ആ റൂം നമ്പർ അനുസരിച്ച് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരില്ല. അപ്പൊ ഇത്ര നമ്പർ റൂമിലാണ് നമ്മുടെ പേഷ്യന്റ് എന്ന് മനസ്സിലാക്കാനും അവിടേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സൈനേജ് ആൻഡ് നെയിം ബോർഡുകൾ സ്ഥാപിക്കുക. ശ്രദ്ധിച്ചിട്ടില്ല? അപ്പൊ ഇനി പോകുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചില ഹോസ്പിറ്റലുകളിൽ നമ്മുടെ വാർഡിലേക്ക് പുറത്താണെങ്കിലും ഇന്ന പേഷ്യന്റ് ഇത്രാം നമ്പർ, വാർഡിനും നമ്പറുകൾ ഉണ്ടാവുമല്ലോ, ഇത്രാമത്തെ ബെഡിലാണ് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെയും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയത് ഒരു ഹോസ്പിറ്റൽ അനുസരിച്ചായിരിക്കും, അവിടുത്തെ ഫെസിലിറ്റി അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. നോക്കിയേ, സൈനേജ് ആൻഡ് മെയിൻ ബോർഡുകൾ. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡുകൾ. ഈ ബോർഡുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്കിത് കണ്ടാല് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇന്നയിടത്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ. അല്ലാതെ നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആരും ഇട്ട് വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു സാധാരണക്കാരനെ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ സൈൻ ബോർഡുകൾ സ്ഥാപിക്കേണ്ടത്. അതുപോലെ ഈ പേഷ്യൻസിന്റെ നെയിം വൈദ്യ നെയിം ബോർഡുകൾ സ്ഥാപിക്കുക. ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഫ്ലോർ പ്ലാൻ, ഓരോ ഫ്ലോറിലും ഏതൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലുള്ളത്, അത് കൃത്യമായിട്ട് അത് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. അതുപോലെ എല്ലാ റൂമിന്റെയും ഡോറിന് പുറത്ത് നമ്പറുകൾ കൊടുക്കും. എല്ലാ റൂമിനും നമ്പർ ഇടാറില്ലേ ഹോസ്പിറ്റലില്? ഇല്ലേ? എല്ലാ റൂമുകൾക്കും നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഉണ്ടാവും. അതിന് പുറമെ നമ്മുടെ നെയിം ബോർഡുകൾ പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന റൂമില് ഇന്ന പേഷ്യന്റ് ആണ്, ഇപ്പൊ 6-ാം നമ്പർ റൂമാണ് നമ്പറെങ്കില് ഇന്ന പേഷ്യന്റ് ഇന്ന സ്ഥലത്ത് നിന്ന്, സ്ഥലം കൂടി ഉണ്ടാവും. ആ പേഷ്യന്റിന്റെ ഫുൾ നെയിമും സ്ഥലവും കൂടി ഉണ്ടാവും. അങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷേഴ്സ്, അതാണ് നമ്മുടെ താഴെ വലിയ ബോർഡുകളിലായിട്ട് ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ആണ്. ആ ഹോസ്പിറ്റലിലുള്ള ഇന്ന റൂമുകളാണെങ്കിൽ ആ റൂമുകളുടെ മൊത്തത്തിലുള്ള നമ്പറുകൾ ഉണ്ടാവും. അതിൽ ഓരോ റൂമിലും ചിലപ്പോൾ ഇന്ന ഡിസ്ചാർജ് ആയി പോയ പേഷ്യന്റ് ആണെങ്കിൽ അടുത്ത ആരാണോ വരുന്നത് അത് മാറ്റി നമ്മൾ പുതിയതായിട്ട് വരുന്ന ആളുടെ പേരും അഡ്രസ്സും ആയിരിക്കും എഴുതി വെക്കുക. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും റൂമിൽ കയറുന്നതിനനുസരിച്ച് ഓക്യുപ്പൈഡ് ആവുന്നതിനനുസരിച്ച് അവരുടെ പേരുകളും ഇതെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസും ബ്രോഷേഴ്സും വിസിറ്റേഴ്സിന് ഗൈഡുകളൊക്കെ കൊടുക്കുക. അപ്പൊ അവർക്ക് നമ്മുടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഇന്ന റൂമാണ്, നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണോ നമ്മൾ പോകേണ്ടത് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഗൈഡൻസും നൽകുന്നതിലൂടെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പറയാം. അവിടെ ആശയവിനിമയത്തിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു കൺഫ്യൂഷനും വരുന്നില്ല. നമുക്ക് അതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല അല്ലെ, നമുക്കൊരു ഇഷ്ടം തോന്നും. അതേസമയം നമുക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി നമ്മൾ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അങ്ങനെയല്ലേ, ഒരു വഴി കൂടെ പോയി നമ്മൾ തിരിച്ച് പിന്നെയും കറങ്ങി ആ വഴി തന്നെ വന്നു അല്ലെ. എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല ആ വഴികൾ എവിടെയാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാനുള്ള വഴി ഏതാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാൻ എങ്ങനെ പോകാൻ പറ്റും. അങ്ങനെയുള്ള വഴികൾ മനസ്സിലാവാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഇല്ല. നമ്മളൊരു ഇന്ന റൂമിലേക്കുള്ള ഒരു പേഷ്യന്റിനെ കാണാനാണ് വന്നിരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ നമ്പർ പ്രകാരം നമുക്ക് ആ റൂമിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ക്ലിയർ ആണോ അത്? മൂന്നാമത്തത് ഓക്കെ ആണോ ബോക്സ്? മനസ്സിലായോ? ഓക്കെ. അടുത്തത് നിങ്ങളുടെ ഇങ്ങനെയാണോ കിടക്കുന്നത്? ഓരോ പേജ് ആയിട്ടല്ലേ കിടക്കാം? ഒരു പേജ് ആയിട്ടല്ലേ കിടക്കുന്നേ? ഇങ്ങനെയാണോ കിടക്കുന്നത്? പേജ് ആയിട്ടാണ് അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ 4 നമ്പർ ഇട്ടിരിക്കുന്നത് നോക്കിക്കോട്ടോ. 4th നമ്പർ നോക്കിക്കോട്ടെ. അടുത്ത ബോക്സ് അതല്ലേ, 4th നമ്പറിലുള്ള ബോക്സ് അല്ലേ അടുത്തത്. കംപ്ലൈൻസ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്.
നമ്മൾ കുറെ കംപ്ലൈന്റ്സ്, സജഷൻസ്, ഇപ്പൊ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് എന്താ കോംപ്ലിമെന്റ്സ്? അനുമോദിക്കുക അല്ലെ. ഇപ്പൊ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ചിലർക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടാല് നമുക്ക് ആ ഹോസ്പിറ്റലിനെ കോംപ്ലിമെന്റ് ചെയ്യാം അല്ലെ, അനുമോദിക്കാം അല്ലെ. ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ അതും നൽകാം. അപ്പൊ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകാനോ അല്ലെങ്കിൽ പരാതികൾ എഴുതിയിടാനോ അല്ലെങ്കിൽ അനുമോദനങ്ങൾ തയ്യാറാക്കിയിടാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ബോക്സുകൾ അനുയോജ്യമായ ഇടങ്ങളിൽ ഇതുപോലെയുള്ള സജഷൻ ബോക്സുകൾ സ്ഥാപിക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. A provision to listen to verbal complaints instead of insisting or written emails and provision of a suggestion box at an appropriate place. അപ്പൊ 2 പോയിന്റ്സ് ആണ് വരുന്നത്. ഒന്നാമത്തത് അനുയോജ്യമായ ഇടങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകാനും പരാതികളൊക്കെ എഴുതിയിടാനും വേണ്ടിയിട്ട് സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക. അത് നമുക്ക് അറിയാവുന്ന കാര്യം. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എഴുതി തയ്യാറാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു ഇമെയിൽ വഴി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വേണ്ട, അത് വാക്കാലുള്ള അവർക്ക് അത് കേൾക്കാനും ആ പരാതി കേൾക്കാനും അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം കാണാനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ തന്നെ അവിടെ നല്ലൊരു ആശയവിനിമയത്തിലൂടെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? അത് 5th പോയിന്റ് പറഞ്ഞത് അല്ലെങ്കിൽ 4th പോയിന്റ് പറഞ്ഞത് ഓൾറെഡി പറഞ്ഞത് കൊണ്ടാണ് മിസ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് 5th നമ്പർ ഇട്ടിരിക്കുന്നത് നോക്കാം ട്ടാ. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് ഇതിൽ പറയുന്നത് ഹോസ്പിറ്റലിലെ പബ്ലിക് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഇന്ററാക്ഷൻസിൽ നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ ഹോസ്പിറ്റൽ ടൂറുകൾ പറഞ്ഞായിരുന്നു അല്ലെ. പറഞ്ഞില്ലായിരുന്നോ ഹോസ്പിറ്റൽ ടൂറുകൾ? അതന്നെയാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്പ്സ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻസ്, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് റിലീജിയസ് ലീഡേഴ്സ് എക്സെട്ര. അപ്പൊ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇടപെടലുകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ടൂർസ് അല്ലെങ്കിൽ വിസിറ്റുകളൊക്കെ നടത്താം. അപ്പൊ അത് ഇപ്പൊ സ്കൂൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും വേണമെങ്കിൽ നടത്താം. അപ്പൊ വേരിയസ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് നടത്താം. പീപ്പിൾസിന്റെ പല റെപ്രസെന്റേറ്റീവ്സിന് പല പ്രതിനിധികൾക്ക് നടത്താം. ആ റിലീജിയസ് ലീഡേഴ്സ് മതപരമായിട്ടുള്ള നേതാക്കൾക്കോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഗ്രൂപ്പായിട്ട് ഇതുപോലെ ഹോസ്പിറ്റൽ ടൂറുകൾ ഹോസ്പിറ്റലിലേക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അത് ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ പബ്ലിക്കിന് വരുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ആ ഹോസ്പിറ്റലിൽ നൽകുന്നത്. രണ്ടാമത്തത് ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻസ്, അതുപോലെ സ്പെഷ്യൽ ക്ലിനിക്കുകള്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകള്, മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകള്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, അതുപോലെ ഓർഗനൈസേഷൻ കരിയർ ഡേ എക്സെട്ര. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തും. അതായത് ഹെൽത്ത് ഫെയർസും എക്സിബിഷൻസും ഒക്കെ നടത്തുക. പല ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ടോപ്പിക് സെലക്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് ഒരു രോഗത്തെ കുറിച്ചാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സിബിഷൻസോ കാര്യങ്ങളോ നടത്തുക. സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്കുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുക. മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടത്തുക. ഇതൊക്കെ ഹോസ്പിറ്റലുകാർക്ക് ചെയ്തു കൊടുക്കുക, പബ്ലിക്കിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സ്വമേധയാ നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന് ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളും പങ്കാളികളാവാനായിട്ടുള്ള, അത് ചിലപ്പോ ഇത്ര മാസത്തേക്കോ അല്ലെങ്കിൽ ഇത്ര ആഴ്ചത്തേക്കൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമുകളായിരിക്കും. ഇപ്പൊ ഇന്റേൺഷിപ്പ് പോലെയൊക്കെ നമ്മൾ ചെയ്യില്ലേ, ഫ്രീ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാറില്ലേ. അതുപോലെ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അറിയാനും അവിടുത്തെ കാര്യങ്ങളിൽ പങ്കാളികളാവാനും വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾക്ക് ഒരു അവസരം കൊടുക്കാം. വെക്കേഷൻ പ്രമാണിച്ച് ഇപ്പൊ സ്കൂളില് കോളേജിലൊക്കെ പഠിക്കുന്ന NSSലുള്ളതോ NCCയിലുള്ളതോ അങ്ങനെയൊക്കെയുള്ള സ്റ്റുഡൻസുകൾക്ക് അവർക്ക് ഇവിടെ ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 4 ആഴ്ചയോ ഒക്കെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ സഹായിക്കാനും അത് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരങ്ങൾ കൊടുക്കുന്നു. ഓർഗനൈസ് കരിയർ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ? നിങ്ങൾ ഈ പഠിക്കുന്നതും അതിലൊന്നല്ലേ അല്ലെ. അങ്ങനെയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി ലേൺ ചെയ്യാനും വേണ്ടിയിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന ഓരോ പ്രോഗ്രാമുകളാണ്
കരിയർ ഡേ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യുക. ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് വഴിയും നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും. Then holding of an annual hospital day, founders day, special events, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആനുവൽ ഹോസ്പിറ്റൽ ഡേ പോലെയുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ഡേയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റ് ഇവന്റ്സ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റ് ഇവന്റ്സ് ഒക്കെ നടത്തുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോസ്പിറ്റലിന്റെ ദിസ് ഹെൽപ്സ് ഇൻ ദ പ്രൊജക്ടിങ് എവറി ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിങ് സം ഓഫ് ദ ഹൈലി ടെക്നിക്കൽ ഫംഗ്ഷൻ. ഹോസ്പിറ്റലിലെ സാങ്കേതികപരമായിട്ട് ഉയർന്ന സാങ്കേതികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ തലത്തിലുമുള്ള എല്ലാ വശങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും ഒന്ന് തുറന്നു കാട്ടാനായിട്ടുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അവിടെ കൊണ്ടുവന്നതിലൂടെ ആ ഹോസ്പിറ്റൽ നൽകുന്നത്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിനെ കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന് നൽകുന്ന സർവീസുകളെ കുറിച്ചും അങ്ങനെയുള്ള എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും ആളുകൾക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ ഹോസ്പിറ്റലിൽ നൽകുന്നു. അതിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ സാധിക്കും. ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞത് ഓക്കെ ആണോ? എന്താണ് റിപ്ലൈ ചെയ്യാതെ? ഓക്കെ നെക്സ്റ്റ് വരുന്നത് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോയിൽ പറയുന്നത് നമ്മൾ വ്യത്യാസമായിട്ട് കിടക്കുന്നത് കേട്ടോ. 6 ആണ് അവിടെ വരുന്നത്, 7th ആണ് അടുത്തത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മിസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇപ്പൊ ഓരോ പോയിന്റ്സ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം പറഞ്ഞിരിക്കുന്ന കുറെ പോയിന്റ്സുകളില്ലേ നമ്മള്, അത് തന്നെയാണ് കുറെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ അതില് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ ഭാഗങ്ങൾ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ബോക്സ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, അതാണ് എളുപ്പം കേട്ടോ. അപ്പൊ സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞാല് ദ സിഇഒ ആൻഡ് സ്റ്റാഫ് ഷുഡ് യൂസ് എവറി ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു അതർ സർവീസ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ഹെൽത്ത് മാറ്റേഴ്സ്. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള സിഇഒയും സ്റ്റാഫുകളും ഉണ്ടാവും അല്ലെ, അതുപോലെ മറ്റ് സർവീസുകൾ കൊടുക്കുന്ന മറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടൊക്കെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള് എന്ത് ചെയ്യുക, സംസാരിക്കാനുള്ള ഒരു അവസരം ഒരിക്കലും ഈ സിഇഒ സ്റ്റാഫുകളോ എന്ത് ചെയ്യരുത്, ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തുക, പരമാവധി അത് പ്രയോജനപ്പെടുത്തുക. അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതുപോലെ തന്നെയുള്ള മറ്റ് ഹെൽത്ത് സർവീസുകൾ കൊടുക്കുന്ന മറ്റു ഓർഗനൈസേഷൻ സർവീസ് സംഘടനകളുമായിട്ടോ ഈ ആരോഗ്യകാര്യങ്ങളാണ്, ഹെൽത്ത് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. ആരോഗ്യകാര്യങ്ങള് മറ്റ് സേവന സംഘടനകളോടോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോടോ ഒക്കെ സംസാരിക്കാനായിട്ട് സിഇഒയും സ്റ്റാഫും എന്ത് ചെയ്യണം, യൂസ് എവറി ഓപ്പർച്യൂണിറ്റി, എല്ലാ അവസരങ്ങളും അവര് ഉപയോഗിക്കണം എന്നാ പറയുന്നത്. അപ്പൊ അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചും കുറച്ചും കൂടി ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കൂലേ ഇല്ലേ? ഇതുപോലെയുള്ള മറ്റ് സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് അവരൊരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുകയാണ്. എന്തുമായി ബന്ധപ്പെട്ട ഹെൽത്ത് മാറ്റേഴ്സിനെ കുറിച്ച്, ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഡിസീസ് നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുന്നു. അപ്പൊ ഒരു സിഇഒയും സ്റ്റാഫും ആ ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് പാഴാക്കാതിരിക്കുക എന്നതാണ് ഇവിടെ സ്പീക്കേഴ്സ് ബ്യൂറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, അവർ ആ മറ്റ് ഓർഗനൈസേഷനുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുമായിട്ടോ ഇങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്നതിലൂടെ അവർക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളിൽ നിന്നും ഒത്തിരി ഇൻഫർമേഷൻസ് ഇവർക്ക് കിട്ടില്ലേ? കിട്ടോ? ഒത്തിരി ഇൻഫർമേഷൻസ് ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി കിട്ടും അല്ലെ? അതിലൂടെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കില്ലേ? ഇല്ലേ? നമ്മൾ നല്ലൊരു ആശയവിനിമയത്തിലൂടെ ഇപ്പൊ നമുക്കൊരു കാര്യത്തെ കുറിച്ച് വലിയ അറിവില്ല, നമ്മൾ മറ്റുള്ള ഒരാൾ, അതായത് അറിവുള്ള ഒരാളോട് നമ്മൾ അതിനെ കുറിച്ച് ചോദിക്കാം, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ ഒക്കെ നടത്തി അവരിൽ നിന്ന് കിട്ടുന്ന കുറെ അറിവുകളും നമുക്ക് കിട്ടും. അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും പിന്നീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂലേ? പറ്റുമോ? അതെ, അതാണ് ഇവിടെ സ്പീക്കർ ബ്യൂറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും അതാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സിഇഒയും സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അങ്ങനെ ഒരു അവസരം വന്നാൽ മാക്സിമം അവരോടത് സംസാരിക്കാനായിട്ട് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ഇന്ന് ഇത്രയും എടുക്കുന്നുള്ളൂ മിസ്. 6 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ 6 നെക്സ്റ്റ് ഡേ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.